ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും KL39 മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കബനിയിലാണുള്ളത്. കബനിയുടെ സെക്കൻഡ് സഫാരി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സഫാരിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ കൂടിയുള്ള യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു കബനി സഫാരി. കാരണം റേറ്റും കുറവാണ്, അതുപോലെ തന്നെ ആനിമൽസിനെ കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടൈഗറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിഷ്വൽസിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ടൈഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ സഫാരി വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മഗ്ഗെ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൈഗറിൻ്റെ സബഡൽറ്റ് അണ്ടോയി കിടന്നുറങ്ങുന്ന ആൾ. ആശാൻ നല്ല ഉറക്കത്തിലാണ്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മളിതാ ഇപ്പോൾ എഴുന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളും ഇരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, നമുക്കിങ്ങനെ പ്രതീക്ഷ തന്ന് ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി നോക്കുന്നതല്ലാതെ ആൾ എഴുന്നേറ്റ് നല്ലൊരു മൊമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ നമ്മൾ മനുഷ്യരെ കടുവകൾ അങ്ങനെ ആക്രമിക്കാറില്ല. പക്ഷേ ആക്രമിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് മൃഗങ്ങളെ ഇരയായിട്ട് ലഭിക്കാത്ത അപൂർവമായിട്ടുള്ള അവസരങ്ങളിൽ മാത്രമാണ് കടുവകൾ മനുഷ്യരെ ആക്രമിക്കുക. മനുഷ്യ മാംസത്തിന് കടുവനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഉപ്പുരസമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളൊരു അറിവാണ് കേട്ടോ. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപ്പ് രുചി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് മനുഷ്യനെ തേടി വരും എന്നാണ് വിശ്വാസം. ഈ കടുവകൾക്ക് ഇരപിടിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. അതിൽ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള ഘ്രാണശക്തിയും അതുപോലെ തന്നെ ശ്രവണശക്തിയും ഇവർക്കുണ്ട്. പിന്നെ നമ്മൾ മനുഷ്യരെക്കാട്ടിലും രാത്രിയിലെ കാഴ്ചശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുവകൾക്ക് 6 മടങ്ങ് ശേഷി കൂടുതലാണെന്നാണ് പറയാം. അതുപോലെ ഇവരുടെ പാദങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ പാദങ്ങളായിരിക്കും കടുവകൾക്കുള്ളത്. ശബ്ദം പുറത്തു വരാതെ മൃദുവായിട്ട് നടക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ ഇവർക്കുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകാലുകളെക്കാട്ടിലും നീളം കൂടിയ പിൻകാലുകളാണ് ഇവയ്ക്കുള്ളത്. നല്ല ദൂരത്തിൽ, അതായത് ഏകദേശം 20 അല്ലെങ്കിൽ 30 അടി ദൂരത്തേക്ക് വരെ ചാടാനായിട്ട് ഇത് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വാലുകൾ ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ഏകദേശം 3 അടി നീളമുള്ള വാല് ചാട്ടത്തിൻ്റെ ബാലൻസ് നിലനിർത്താനായിട്ട് ഈ കടുവകളെ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ മറ്റൊന്ന് കരുത്തുറ്റ മുൻപാദങ്ങൾ, അതുപോലെ തന്നെ കൂർത്ത നഖങ്ങൾ, ഇതൊക്കെ അവർക്ക് ഇര പിടിക്കാനായിട്ട് സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അവ കൊണ്ടുള്ള അടിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 290 പൗണ്ട് വരുമെന്നാണ് പറയുക. അത് ഇരയ്ക്ക് താങ്ങാനാകുന്നതിലും അപ്പുറത്താണല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെയാണ് ആ ഒരു അടി കിട്ടുന്നതെങ്കിൽ ആ ഒരു അടി മാത്രം മതി നമ്മളൊക്കെ തീരാൻ വേണ്ടിയിട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഭാരത്തിൻ്റെ ഇരട്ടിയുള്ള മൃഗങ്ങളെ വരെ അനായാസം കൊന്നെടുക്കാനാകും വിധം കരുത്തനായിട്ടുള്ള ഒരു ജീവിയാണ് കടുവയല്ലേ. ആ കടുവയാണ് ഈ കിടന്നുറങ്ങുന്ന ആൾ. എന്തായാലും ആളുടനെ ഒന്നും എണീക്കാൻ ചാൻസ് ഇല്ല. ഈ ഒരു വിഷ്വൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വാഹനവും കടുവയും തമ്മിലുള്ള ദൂരം എന്തോരുണ്ടെന്ന്. വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയതാണ് ഈ കടുവേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആശാൻ നല്ല ഉറക്കത്തിലാണ്. നമ്മളെന്തായാലും കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു, പക്ഷേ ആശാൻ എണീക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇനി. പിന്നെ ഇവിടെ നിന്നിട്ടും അർത്ഥമില്ലാത്തതുകൊണ്ട് നമുക്ക് യാത്ര മുന്നോട്ട് പോകാം. ആശാൻ വീണ്ടും സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. അങ്ങനെ കടുവയുടെ ഉറക്കമൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണേ. അപ്പോൾ അടുത്ത സൈറ്റിംഗ് എന്താണെന്നുള്ള എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഒരു കൂട്ടം വൈൽഡ് ഗോറിൻ്റെ വിഷ്വൽസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുന്നത്, ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ ബോഡി ബിൽഡേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ ഇവരെ വിളിക്കാം അല്ലേ. അപ്പോൾ അത്രയും എന്താ പറയുക മസ്കുലറായിട്ടുള്ള ബോഡിയാണ് ഇവർക്കുള്ളത്. അങ്ങനെ വൈൽഡ് ഗോറിൻ്റെ കാഴ്ചകൾക്ക് ശേഷം നമുക്ക് കിട്ടിയ അടുത്ത മനോഹരമായിട്ടുള്ള വിഷ്വലാണ് ഈ ആൺമയിലിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും നോക്കി എന്ത് രസമാണല്ലേ കാണാനായിട്ട്. നമുക്ക് മയിലിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടാലും മതി വരത്തില്ലല്ലേ. അങ്ങനെ നമ്മുടെ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് അടുത്ത സൈറ്റിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ കണ്ടോ. ഈ ഒരു ആനയെ നമുക്ക് തൊട്ട് മുമ്പിലെടുത്ത സഫാരിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒറ്റ കൊമ്പേ ഉള്ളൂ, ശ്രദ്ധിച്ചു നോക്കി, നല്ല നീളമുള്ള കൊമ്പാണല്ലേ. എന്തായാലും ആളാ ചില്ലയൊക്കെ ഒടിച്ച് കഴിക്കുന്നുണ്ട്. എന്തായാലും ഒറ്റക്കൊമ്പിൻ്റെ കുറച്ച് മനോഹരമായിട്ടുള്ള വിഷ്വൽസിലേക്ക് പോവാം.
അങ്ങനെ ഒറ്റക്കൊമ്പൻ്റെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ ഒരു വാട്ടർ ബോഡിയുടെ ഏകദേശം ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ മാനുകളും അതുപോലെ തന്നെ ലങ്കോറുകളും ഉണ്ട് കേട്ടോ. വേനൽക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാവും. ഇപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ലേ. എന്നാലും ഇഷ്ടംപോലെ ലങ്കോറുകളും മാനുകളും നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് പുഴയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു നല്ല നീളമുള്ള കൊമ്പൊക്കെ ഉള്ള ഒരു ആനയുടെ വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആളെ നമുക്ക് അടുത്ത് കാണാൻ പറ്റിയില്ല. ലോങ്ങിൽ നിന്നായിട്ട് നമ്മൾ മാക്സിമം സൂം ചെയ്തെടുത്തിട്ടുള്ളൊരു വിഷ്വലാണത്. എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മ്ലാവുകൾ നമ്മുടെ വണ്ടിക്ക് വട്ടം നിന്ന്, അതായത് റോഡിന് നടുക്കായിട്ട് നിന്ന് എന്തോ കഴിക്കുന്നുണ്ട് കാര്യമായിട്ട്. എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ മ്ലാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ചെങ്കീരിനെ കണ്ട് വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. ചെങ്കീരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ കീരി വർഗ്ഗത്തിലെ ഏറ്റവും വലിപ്പമുള്ളതിനാണ് കേട്ടോ. അപ്പോൾ ഈ മങ്കൂസിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു മാനും ചത്ത് കിടപ്പുണ്ടായിരുന്നു. മാൻ അത്യാവശ്യം ചീഞ്ഞൊരവസ്ഥയിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ആനിമൽസ് അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടതായിരിക്കും, കഴിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഈ കരികിൽ ഇഴയ്ക്കുന്ന പെട്ടെന്ന് അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയി. വണ്ടി തിരിക്കുന്ന ആ ഒരു സമയത്ത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കണ്ടൊരു കാഴ്ചയാണിത്. ഒരു പുള്ളിപ്പുലി വെള്ളം കുടിക്കുന്നൊരു സീന്. പക്ഷേ പുള്ളിപ്പുലിനെ കണ്ട ആകാംക്ഷയിലാണെന്ന് തോന്നുന്നു ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി. നമുക്ക് വിഷ്വൽസ് ശരിക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഷേക്ക് ഉണ്ട്. എന്തായാലും വണ്ടിയിൽ നിന്ന് ആൾക്കാരുടെ ബഹളം കൊണ്ടായിരുന്നു തോന്നുന്നു ആശാൻ നേരെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അധികം നേരം നമുക്ക് സൈറ്റിംഗ് ഒന്നും തന്നില്ല. എന്തായാലും ആൾ പോയ റൂട്ടിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചുകൂടി നല്ല വിഷ്വൽസ് കിട്ടുമോ, ഭാഗ്യമുണ്ടോ എന്ന്. എന്തായാലും നമ്മൾ ലെപ്പേർഡിൻ്റെ സൈറ്റിംഗ് ഒക്കെ കിട്ടി ഹാപ്പി ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ടൈഗറിൻ്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പഗ് മാർക്ക് കൂടെ കാണാനിടയായിട്ടോ. ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല അത് മൂവ് ചെയ്ത് പോയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ആ ഒരു റൂട്ട് പിടിച്ച് നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു മഴയൊക്കെ കിട്ടി. പെട്ടെന്ന് കാടിൻ്റെ ആ ഒരു ആംബിയൻസ് തന്നെ അങ്ങ് മാറിപ്പോയി. അങ്ങനെ നമ്മൾ സഫാരി തീരാറായപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ഒരു കിടിലൻ സൈറ്റിംഗ് ആണിത്. ടി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ടൈഗറാണ് കേട്ടോ ഇത് ഫോണിലെടുത്തിട്ടുള്ളൊരു വിഷ്വലാണ്. കാരണം നമ്മുടെ സഫാരി ഏകദേശം തീരാറായിരുന്നു. അതുപോലെ തന്നെ മഴയുള്ളതുകൊണ്ട് നമ്മൾ ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കിടിലൻ സൈറ്റിംഗ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഫോണിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വിഷ്വൽ ക്ലാരിറ്റിയിൽ കുറച്ച് ലോസൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ക്ഷമിക്കുക. എന്തായാലും കിടിലനൊരു സൈറ്റിംഗ് ആണ് നമുക്ക് അവസാനം കിട്ടിയത്. എന്തായാലും ഈ ഒരു വിഷ്വലിൽ നമുക്ക് കടുവയുടെ ഗർജനം കിട്ടിയിട്ടുണ്ട്. അതായത് കടുവകൾ പൊതുവെ ഗർജിക്കുന്നത് മറ്റു കടുവകളുമായിട്ടുള്ള ആശയവിനിമയത്തിനായിട്ടാണ്. ഏകദേശം 5 കിലോമീറ്റർ വരെ ഈ ഒരു സൗണ്ട് കേൾക്കാമെന്നാണ് പറയുക. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷ്വലോടുകൂടി നമ്മുടെ യാത്ര ഇവിടെ തീരാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. Wow.